ജസൂരൻ സർ നമസ്കാരം. നമസ്കാരം. കലാപാഹ്വാനത്തിന് മുറവിളി കൂട്ടുകയാണ് സുഡാപ്പികൾ. വഖഫ് ഭേദഗതിയെ ചൊല്ലിയാണ് അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ തെരുവോരങ്ങളിലൂടെ ജാഥകൾ സംഘടിപ്പിച്ചിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് വഖഫ് സംരക്ഷണ മഹാസമ്മേളനം ജാഥ എന്നൊക്കെ പേരിൽ തെരുവോരങ്ങളെ കീഴടക്കിക്കൊണ്ട് പാവപ്പെട്ട അല്ലെങ്കിൽ പല തരത്തിലുമുള്ള മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ ആൾക്കൂട്ടത്തെയാണ് ഈ SDPI എന്ന് പറയുന്ന പാർട്ടി അവരിലേക്ക് അടുപ്പിക്കുന്നത്. മൗനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗ് അപ്രസക്തമാവുകയാണോ? ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് SDPIയുടെ കൂടെ ചേക്കേറുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിത്തീരുകയാണോ? കേരളത്തില് ഇസ്ലാമിക സമൂഹം തീവ്രവാദികളുടെ കൈകളിലേക്ക് അതിവേഗം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ മുസ്ലിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ്. കൂടാതെ സമുദായ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ സമസ്ത 2 കഷണമായി നിൽക്കുന്ന 2 EKAP സമസ്തകൾ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അങ്ങനെ നിരവധി സമുദായ സംഘടനകൾ വേറെയുണ്ട്. എങ്കിലും രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇസ്ലാമിക സമൂഹം പലതായി പിരിഞ്ഞ് അവരിൽ ജാതി ചിന്ത വളരെ ശക്തമായി വരികയും ഓരോ ജാതിക്കും പ്രത്യേകം രാഷ്ട്രീയ പാർട്ടികൾ കൂടി വേണം എന്നുള്ള നിലപാട് വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ അധകൃതരോ അധസ്ഥിതരോ ആയി വേണമെങ്കിൽ പറയാവുന്ന വിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ SDPI രംഗത്ത് വരുന്നത്. ഇതിന് പുറകിൽ PFI എന്ന ഒരു ഭീകര സംഘടന ഉണ്ടായിരുന്നു. അതിപ്പോൾ നിയമമൂലം നിരോധിക്കപ്പെടുകയും അതിന്റെ നേതാക്കന്മാരെല്ലാം ജയിലഴിക്കുള്ളിലാവുകയും ചെയ്തിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞ PFIയുടെ വാലായിട്ടുള്ള SDPI ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പ് ചത്താലും വാൽ അനങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകടനം. എന്നാൽ ഈ ഭീകരവാദികൾ ഇസ്ലാമിക സമൂഹത്തിലെ വിദ്യാഭ്യാസം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഇടയിൽ ഭീതി വിതച്ചുകൊണ്ട് ഇസ്ലാം അപകടത്തിലാണ് എന്നുള്ള ഭയം വിതച്ചുകൊണ്ട് പല ആശയങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. ഇതിലൊന്നാണ് ഈ വഖഫ് സംരക്ഷണം എന്ന് പറയുന്നത്. വഖഫ് സംരക്ഷിക്കണം എന്ന നിർബന്ധം ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു നിയമമാണ് എന്നും ശരീഅത്ത് നിയമമാണ് എന്നും ആധുനിക കാലഘട്ടത്തിൽ അപ്രസക്തമാണ് എന്ന് മനസ്സിലാക്കി ലോകത്തെ 61 ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏതാണ്ട് 56 ഇസ്ലാമിക രാജ്യങ്ങളും ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു നിയമമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും വഖഫ് ഇല്ല. അതൊക്കെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാക്കി മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും വഖഫായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ അതിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ജനാധിപത്യ ബോധമുള്ള, ദേശത്തോട് കൂറുള്ള, മനുഷ്യത്വമുള്ള ഒരു സർക്കാരിന്റെ ചുമതലയാണ്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വഖഫിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളാണ്. അതുപോലെ തന്നെ വഖഫിന്റെ അധികാരം മതത്തിനപ്പുറം ഏത് മതത്തിലുള്ളവരെയും പിടികൂടും എന്നുള്ളത് കൊണ്ട് ധാരാളം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അതിനേക്കാളേറെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഇപ്പോൾ ആശങ്കയുണ്ട്. കാരണം അവരുടെ ഭൂമി, അവരുടെ കെട്ടിടം, ഇതൊക്കെ തന്നെ ആരെങ്കിലും വഖഫാണെന്ന് അവകാശപ്പെട്ടാൽ വിട്ടുകൊടുത്തേ പറ്റൂ. അതാണ് ഇപ്പോഴത്തെ നിയമം. അതിനെതിരെ കോടതിയിൽ പോകാൻ കഴിയില്ല. കാരണം കോടതിക്കും പാർലമെന്റിനും മുകളിലാണ് വഖഫ് എന്ന് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവർ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ക്രൈസ്തവരും ഹിന്ദുക്കളും അടക്കമുള്ള മറ്റു മതസ്ഥർ, അമുസ്ലിങ്ങളായിട്ടുള്ളവർക്കൊക്കെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി എന്ന സംസ്ഥാനത്തിന്റെ 77% സ്ഥലവും വഖഫിന്റേതാണെന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞു. പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വഖഫിന്റേതാണ്, രാഷ്ട്രപതി ഭവൻ വഖഫിന്റേതാണ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ് വഖഫിന്റേതാണ്. അങ്ങനെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും വഖഫിന്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആണ്
വഖഫിന് കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം, ചട്ടക്കൂട് വേണം എന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാവുകയും കോൺഗ്രസ് ഭരണകാലത്തുണ്ടായ JPC റിപ്പോർട്ടുകൾ, അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴേക്കും മത തീവ്രവാദികൾ കോൺഗ്രസിന്റെ പിടിമുറുക്കുകയും ഭയത്തുപോയ കോൺഗ്രസ്, ഞെട്ടിപ്പോയ കോൺഗ്രസ് പിന്നോട്ട് മാറുകയും ചെയ്തു. ആ കാര്യങ്ങളാണ് ഇന്ന് BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അല്ലാതെ BJP ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തെ JPC റിപ്പോർട്ടാണ് ഇന്ന് BJP ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അപ്പോൾ അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ കാലത്ത് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്, അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ വഖഫ് ബോർഡിലെ സ്ഥാനം കൊടുക്കണം. കാരണം അമുസ്ലിങ്ങളുടെ സ്ഥലമാണ്, അമുസ്ലിങ്ങളുടെ സ്വത്താണ് തട്ടിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ അവസരം വേണം. ഗവൺമെന്റിന് യാതൊരു അധികാരവുമില്ല വഖഫ് സ്വത്തിൽ. അതായത് കോടതിക്ക് അധികാരമില്ല, പാർലമെന്റിന് അധികാരമില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗം കേൾക്കണമെങ്കിൽ ഗവൺമെന്റ് പ്രതിനിധികൾ വേണം. അതാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ഇവിടെ ആരെല്ലാം എന്തെല്ലാം ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനപ്രതിനിധികൾ പാർലമെന്റിൽ സമ്മേളിച്ചുകൊണ്ട് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുക്കും, അത് നിയമമാക്കിയെടുക്കും, അത് നിലവിൽ വരും എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടുമല്ല. പക്ഷെ വഖഫ് ഒരു ആപത്താണ്, നമ്മളെല്ലാം കൊള്ളയടിക്കുകയാണ് എന്നൊരു ഭയം വരുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന വോട്ട് ബാങ്കിനെ തട്ടിയെടുത്ത് മറ്റൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അതിന്റെ പേരിൽ അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴി, അത് മാത്രമാണ് SDPIയുടെ ഈ പ്രകടനവും ഈ മുദ്രാവാക്യം വിളിയും. അല്ലാതെ അതിലപ്പുറം വലിയ അർത്ഥമൊന്നും ഇതിന് കൽപ്പിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ SDPIയുടെ പ്രകടനത്തിൽ അണിനിരക്കുകയും അവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവരുടെ ഭാവി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ പ്രവർത്തകരുടെ ഭാവി തന്നെ ആയിരിക്കും. കാരണം രാജ്യത്തിനെതിരായിട്ടാണ് ഇവർ നീങ്ങുന്നത്. പക്ഷെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖമാണ് SDPI എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള, അതായത് ഞങ്ങളുടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ഭീകരർ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വളരെ ഭയം ജനിപ്പിക്കുന്ന, വളരെ പ്രകോപനപരമായിട്ടുള്ള, കലാപ സ്വഭാവമൊക്കെ ജനിപ്പിക്കുന്ന തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ടാണ് ഈ 17-ാം തീയതി 20-ാം തീയതി ഡേറ്റുകളിൽ ഫെബ്രുവരി കേരളത്തിലെ കൊല്ലം, അതുപോലെ തന്നെ മലപ്പുറം പോലുള്ള പല പ്രദേശങ്ങളിലും ഈ വഖഫ് സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധിയായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആളുകളും ഇവരുടെ ഒപ്പം അണിചേരുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും സാധിക്കും. പക്ഷേ ഇതിനെതിരെ ഈ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ നിർത്താനാണ് SDPI ശ്രമിക്കുന്നത് എന്നൊരു വാക്ക് പോലും ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം രാഹുൽ മാങ്കൂത്തട്ടിൽ ജയിച്ചപ്പോൾ ഈ SDPIയുടെ വലിയ പ്രകടനങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ തന്നെ ഈ SDPI ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം സ്വാംശീകരിക്കുകയാണോ? കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി, മുസ്ലിം ഭീകരവാദികളുടെ ഉമ്മറത്തെ തൂണിൽ കെട്ടിയിരിക്കുന്ന ഒരു പട്ടിയാണ്. ഇവർ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഉച്ഛിഷ്ടവും കഴിച്ച് അവരെ കാണുമ്പോൾ വാലാട്ടി നിന്നില്ലെങ്കിൽ പട്ടി പട്ടിണിയിലാവും. അതുകൊണ്ട് ഈ പ്രതിപക്ഷ നായ്ക്കൾ ഇങ്ങനെയുള്ള നിലപാടെടുക്കും. അത് അവർക്ക് ജീവിക്കാൻ വേറെ യാതൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ട് അടുത്ത തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. VD സതീശൻ മാത്രമല്ല, 5-6 പേരുണ്ട് കോൺഗ്രസില്. ഇവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അവരുടെ ലക്ഷ്യമല്ല, അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ വിശാല മനസ്സോടുകൂടി ദാനം ചെയ്യുകയാണെന്ന് വരുത്തി തീർത്ത് മുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗിന് കൊടുത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ ആരെ എത്തിക്കണം എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇതിന്റെ കാരണം സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിന് അടിയറ വെച്ച് കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ. പിന്നെ ഇവിടെ നടക്കുന്ന ഈ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ജാഥ എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് തന്നെയാണ്. അതിന് കാരണമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1% മാത്രം ഭൂവിസ്തൃതിയുള്ള സ്ഥലമാണ് കേരളം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ പുറത്ത് ഇതുപോലെയുള്ള ഒരു പ്രകടനം പോലും നടക്കുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ എത്രയോ തുച്ഛമായ ഒരു വിഭാഗമാണ് കേരളത്തിലുള്ളത്.
അപ്പോൾ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ 2.5%, ഇന്ത്യയിലെ ഭൂവിസ്തൃതിയുടെ 1% മാത്രമുള്ള കേരളത്തിനകത്ത് 33% എന്ന് പറഞ്ഞാൽ 1/3 മുസ്ലിങ്ങളായി കഴിഞ്ഞപ്പോൾ ഇതേതോ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നുള്ള അന്ധവിശ്വാസത്തിലാണ്, അമിതമായ ആത്മവിശ്വാസത്തിലാണ്, അബദ്ധധാരണയിലാണ് ഇത്തരം പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്തവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. കേരളത്തിന് പുറത്ത് ബീഹാറില്, യുപിയില് ഒക്കെ മുസ്ലിങ്ങളുണ്ട്, മഹാരാഷ്ട്രയിൽ മുസ്ലിമുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ബംഗ്ലാദേശിലാണെങ്കിൽ അല്പം കൂടുതലും ഉണ്ട്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം എടുത്തതാണ്. അതായത് ഈ SDPIയുടെ ഈ ഒരു വഖഫ് സംരക്ഷണ ജാഥ ഒരേ ഡേറ്റിൽ തന്നെ കേരളം, ഒപ്പം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് അത്തരം സ്ഥലങ്ങളിൽ ഒത്തുകൂടിയത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ആളെ കിട്ടാത്തത്? കേരളത്തിൽ ആളെ കിട്ടുന്നത് എന്ന് പറയാൻ കോൺഗ്രസിന്റെയും CPM-ന്റെയും സപ്പോർട്ടുണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ആളെ കൂട്ടാൻ എളുപ്പമാണ്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ SDPIക്കോ മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്കോ വഖഫിനെതിരായിട്ട് ആളെ കൂട്ടാൻ പറ്റില്ല. വലിയ പ്രകടനങ്ങൾ നടത്താൻ ഉള്ള ശേഷിയില്ല. അവിടെ മുസ്ലിം ഇല്ലാഞ്ഞിട്ടല്ല, അവിടുത്തെ മുസ്ലിം ഇതുപോലെ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്ന മുസ്ലിം അല്ല, യാഥാർത്ഥ്യം അറിയുന്ന മുസ്ലിമാണ്. അതുകൊണ്ട് അവരൊക്കെ BJP വോട്ട് ചെയ്യുകയും അവർ ധൈര്യമായിട്ട് BJP MLA-മാരെ MP-മാരെ പാസ്സാക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 7 മണ്ഡലങ്ങളിലാണ് ഡൽഹിയില് ഇത്തവണ BJP ജയിച്ചത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാന്ന് ഓർക്കണം. അത് ബീഹാറിലാണെങ്കിലും UPയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJP ജയിക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത്. എന്നാൽ കേരളത്തിനകത്ത് ആ സമയമായിട്ടില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അസ്തമിക്കും. ഇതിൽ നഷ്ടം വരാൻ പോകുന്നത് BJPക്കല്ല. നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനും ഇവരെ പിന്തുണയ്ക്കുന്ന CPM-നുമായിരിക്കും. കാരണം കോൺഗ്രസിന്റെ ഉള്ളിലും CPM-ന്റെ ഉള്ളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള, ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം, താക്കോൽ സ്ഥാനങ്ങളിൽ വരണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം. ഇതവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആ പാർട്ടികൾക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിലും CPM-നുള്ളിലും ഹിന്ദുക്കൾ അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. അവർ അക്രമാസക്തരൊന്നും ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിലെയും CPM-ലെയും മുസ്ലിം പ്രീണനം സഹിക്കവയ്യാത്ത ഹിന്ദുക്കൾ പ്രായേണ ക്രമേണ അവർ തീർച്ചയായിട്ടും BJPയിലേക്ക് മാറും. ഇപ്പോൾ CITU-ലോ അതല്ലെങ്കിൽ DYFI-ലോ ഒക്കെ പ്രവർത്തിക്കുന്ന സഖാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്കറിയാം ഇത് ശരിയല്ല, പക്ഷെ ഞങ്ങൾ പേടിച്ചിവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ പാർട്ടി ഞങ്ങൾക്കെതിരെ തിരിയും, ഞങ്ങളെ സ്ഥലം മാറ്റും, ഞങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും, ഞങ്ങൾക്കിപ്പോൾ പാർട്ടിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലെന്നാവും, ഔദ്യോഗിക സ്ഥാനങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഭയപ്പെട്ടാണ് ഞങ്ങൾ കഴിയുന്നത്, അസംതൃപ്തരാണ്. അതായത് കോൺഗ്രസിലെയും CPM-ലെയും ഭയം മൂലം മിണ്ടാതിരിക്കുന്ന അസംതൃപ്തരായ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ BJPയിലേക്ക് മാറുകയും കേരളത്തിൽ ഈ 2 പ്രസ്ഥാനങ്ങളും ഒറ്റയടിക്ക് അടച്ചുപൂട്ടുകയും ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഡൽഹിയിലും പശ്ചിമ ബംഗാളിലും കോൺഗ്രസിന് ഒറ്റ MLA പോലും ഇല്ല എന്ന് പറയുന്ന പോലെ കേരളത്തിൽ കോൺഗ്രസിന് ഒറ്റ MLA പോലും ഇല്ലാത്ത കാലഘട്ടം 10 കൊല്ലത്തിനകം വരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. തീർച്ചയായിട്ടും വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ഭേദഗതി കൃത്യമായ രേഖകളോടുകൂടിയിട്ട് വാക്കാലല്ലാതെ അത്തരത്തിൽ മാത്രമേ ഒരു ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ തുടങ്ങിയ രീതിയിലുള്ള വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഭേദഗതികളാണ് കേന്ദ്ര സർക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല, അതൊരിക്കലും വഖഫ് ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമവുമല്ല. അവിടെ ഒരു കാര്യക്ഷമത ഇക്കാര്യത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ അതിനെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രചരണത്തിനും ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരായാലും, പ്രത്യേകിച്ച് SDP ആയാലും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാധാരണപ്പെട്ട മുസ്ലിങ്ങളാണ് ഈ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ആശയങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടാതിരിക്കേണ്ടത് എന്നും കൂടി പറയുന്നു. എന്തായാലും ഈ ചർച്ചയിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.